ഗായ്സ്, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിതവിടെ സുഖമായിട്ട് അടിപൊളിയായിട്ടൊക്കെ പോകുന്നു. അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ കാലമായില്ലേ ഒരു ഡേ ഇൻ മൈ ലൈഫും എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോസൊക്കെ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ക്ലീനിങ്ങും ഈദിൻ്റെ പ്രിപ്പറേഷനും ഒക്കെ കൂടി ക്ലബ് ചെയ്തിട്ട് ഒരു വീഡിയോ അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് തരാമെന്നുള്ളത്. കാരണം എല്ലാവർക്കും ഈദിൻ്റെ തലേന്നത്തെ വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിന് നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അത് കൂടി ക്ലബ് ചെയ്തെങ്ങാണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാന്നുള്ളത്. 2 വീഡിയോ ആക്കി മാത്രം വലിയ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ ഒറ്റ വീഡിയോയിൽ ഒക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളത്. അപ്പം തലേ ദിവസമാണ് ഞാൻ ക്ലീനിങ്ങും പരിപാടികളൊക്കെ തുടങ്ങിയത്. മേലെ മാത്രം അന്ന് ചെയ്യാം, പിറ്റേന്ന് താഴെ ചെയ്യാമെന്നുള്ളത്. കാരണം 2-3 ദിവസമായിട്ട് പനിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം പിന്നെ ഒക്കെ കൂടി തലേ ദിവസത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിപാടി അങ്ങോട്ട് സെറ്റാവില്ല, പനിയും കൂടിയാണ്. അപ്പം പിന്നെ ഒക്കെ കൂടി ലാസ്റ്റ് എല്ലാം കൂടി തലേന്നത്തേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുന്നാൾ പിറ്റേന്ന് എന്തായാലും ഒന്നും നടക്കൂല. എല്ലാ കാര്യങ്ങളും പെരുന്നാളെ കൊള്ളാവും. അതിനെക്കൊണ്ട് പിന്നെ അത് ചെയ്യാണ്ട് തലേന്ന് ദിവസം രണ്ടാമത്തെ 2 ദിവസം മുന്നേ ഒക്കെ ഒന്ന് വൈൻഡപ്പ് ചെയ്തെടുത്തു. പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വാഷിംഗ് മെഷീനിലേക്ക് തിരുമ്പാനിട്ടു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ബെഡ്ഷീറ്റ് ഇരിക്കലും ക്ലീനിങ്ങും പണികളൊക്കെ ആയിട്ട് ഓരോന്നായിട്ട് തീർത്തു. എല്ലാ പരിപാടികളും കഴിഞ്ഞു, ഫുൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ആൻഡ് ഇറ്റ്സ് അവർ ന്യൂ ഫ്രണ്ട് പുക്കി ഫ്രം മിനിസോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഈ ഭാഗത്തേൻ്റെ കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തു. പുതിയ സൈഡ് ബോക്സ് ആക്കി നമുക്ക് ഷൂ റാക്ക് പോലെയൊക്കെ സെറ്റാക്കാൻ പറ്റിയൊരു സംഭവം സെറ്റ് ചെയ്തു. ഇത് നമ്മളെ അടുത്ത് ആസ് യൂഷ്വൽ നമ്മുടെ അടുത്ത് ഇതിന് മുന്നേ ഉള്ളത്. പിന്നെ ഇതും ഇപ്പോൾ പുതിയത് ചെയ്തതാണ്. ഇതിപ്പോൾ പുതിയത് ചെയ്തതാണ്. ഇതിൻ്റെയൊക്കെ ചെറിയ ക്ലിപ്സ് എൻ്റെ കയ്യിലുണ്ട് മേക്ക് ഓവറിൻ്റെ. എന്തായാലും ഇതിൽ കൂടെ ആഡ് ചെയ്യാം. ഇനിയിപ്പം ഒന്ന് ഫ്രഷ് ആവണം. ഇനിയിപ്പം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കിടക്കണം. നല്ല തലവേദന ഉണ്ട്. തലവേദന ഉള്ളപ്പോൾ നേരത്തെ തന്നെ ആ തലവേദന വെച്ചിട്ട് അതൊക്കെ ചെയ്തത്. അപ്പം ഇനി റെസ്റ്റ് എടുത്തിട്ടില്ലെങ്കിൽ പെരുന്നാൾ നല്ല അടിപൊളിയായിട്ട് പാളും. അതിനെക്കൊണ്ട് ടേക്ക് റെസ്റ്റ് എടുക്കട്ടെ. കത്തും പൊട്ടിട്ട് ക്ലാസ് എടുക്കണം. അത് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കണം. We will take some rest. ഇനി എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ നാളത്തെ കുറച്ച് കലാപരിപാടികളും കൂടി ഇതിൽ ആഡ് ചെയ്യാം. അപ്പം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതൊക്കെ തന്നെ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നലത്തെ വീഡിയോ ഒക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ ഇന്നും കണ്ടിന്യൂ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ കുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളത്തേക്കുള്ള കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചു. ചിക്കൻ മാഗ്നേഷനും ചിക്കൻ പൊരിക്കാനുള്ളത് അതിൻ്റെ മാഗ്നേഷനൊക്കെ ചെയ്ത് വെച്ചു. പിന്നെ ക്ലീനിങ്ങും ഫുള്ള് അടിച്ചേരി ക്ലീൻ ചെയ്യുന്ന പരിപാടികളും എല്ലാം തീർത്തു. അപ്പം ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ടൈം 12:30 ആയിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ ഒന്ന് ഫ്രഷ് ആവണം. പനി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട്, പനി കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും ചെറിയ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എങ്ങനെയായാലും പനി വന്നാലറിയാലോ. അപ്പോൾ ഇന്നത്തെ കുറച്ചൊരാക്കുണ്ട്. ഇന്നിപ്പം കുറച്ച് നമ്മൾ ഇതായല്ലോ, അതിനെക്കൊണ്ട് കൂടുതലില്ലെന്നറിയില്ല. ചുമ, തൊണ്ടവേദന, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അത് എൻ്റെ വൈക്ക് പോയിട്ടുണ്ട്, ഞാൻ എൻ്റെ വൈക്ക് പോയി. കാരണം അതുണ്ട് വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. നമ്മൾ പെരുന്നാൾ മൊത്തത്തിൽ അങ്ങോട്ട് കൊള്ളാം. അതിനെക്കൊണ്ട് അതിനെ ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ പോകും. അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആവുക. അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ ഈ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അത് അപ്ലോഡ് ചെയ്യണം തന്നെ, അല്ലെങ്കിൽ നാളെ അതായിപ്പോവും. അപ്പം അതുണ്ടെന്ന്. അപ്പോൾ എഡിറ്റിംഗ് ഉണ്ട്, പിന്നെ ഫ്രഷ് ആവുക, എഡിറ്റിങ്, പിന്നെ ക്ലാസ് ഉണ്ട്. 3 മണിക്ക് ക്ലാസ് ഉണ്ട്. അതൊക്കെ തന്നെ. പിന്നെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ അത് കുറച്ച് കഴിഞ്ഞിട്ട് അത് സ്റ്റാർട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പം നമുക്ക് ഓരോന്നും ക്ലിയർ ചെയ്യാം. ഇവിടെ കുറച്ചിട്ടാണ് ഇത് മടക്കി വെക്കാനുള്ളൂ. രാവിലെ ഞാൻ നീറ്റ് താഴെ പോയി പണികളൊക്കെ ഓരോന്നോരോന്ന്. എൻ്റെ ഇടയിൽ ഒന്ന് ഷാന വിളിക്കാൻ അങ്ങോട്ട് നനയ്ക്ക് കഴിഞ്ഞു. ഇല്ലാണ്ട് ഫോൺ കൊടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. പിന്നെ മടിയാവും ഷൂട്ട് ചെയ്യാലും പണികളൊക്കെ കൂടി അറ്റ് എ ടൈമിൽ പെട്ടെന്ന് ആക്കൂല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ എല്ലാവരും പ്രൈവസി നോക്കണമല്ലോ.
എല്ലാവർക്കും എല്ലാ ഭാഗത്തും ഷൂട്ട് ചെയ്യുന്ന ഇഷ്ടമാവണം എന്നില്ല. അതുകൊണ്ട് അതാണ് ഞാൻ ഈ റൂമിൽ തന്നെ ഫുൾ ഷൂട്ടിങ്. ക്ലീനിങ് ആയാലും ഇത് തന്നെ ഈ റൂമിലത്തെ കാര്യങ്ങൾ തന്നെ കാണിക്കുന്നത് അതിനെ കൊണ്ടാണ്. എല്ലാണ്ട് അവിടെ ചെയ്യാനിട്ടോ ഇവിടെ ചെയ്യാനിട്ടോ എന്നല്ല. ആ എല്ലാ റൂമും ക്ലീൻ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ക്ലീൻ ചെയ്തു, പിന്നെ താഴെ ക്ലീൻ ചെയ്തു. അപ്പം ഓരോ പ്രൈവസി നോക്കിയിട്ട് അതൊന്നും കാണിക്കാതെ നമ്മൾ ഇത് ഇങ്ങനെ കാണിച്ചാൽ മതിയല്ലോ. അപ്പം എന്തായാലും നമുക്ക് വേഗം ബാക്കിയുള്ള പണികളും തീർക്കാം. പണികളൊക്കെ തീർത്തിട്ട് എഡിറ്റിങ്, ട്യൂഷന്, ഇന്ന് ട്യൂഷൻ ഇന്നുണ്ട്. ട്യൂഷൻ ഒന്നും കൂടി കഴിഞ്ഞാൽ നാളെ മറ്റന്നാൾ 2 ദിവസം ലീവാണ്. പിന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം, ലൈക്ക് ചെയ്യാം. എന്തായാലും പറഞ്ഞ പോലെ തന്നെ ഞാൻ ഫ്രഷ് ആയിട്ടൊക്കെ കാണാം. എല്ലാ ദിവസവും ഇതുപോലെ ഒന്നല്ല കേട്ടോ. ഫ്രഷ് ആവൽ കഴിഞ്ഞ് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളൊന്നല്ല. തോന്നുമ്പോൾ ചെയ്യും, തോന്നുമ്പോൾ ചെയ്യില്ല. ചിലപ്പം ഒരാഴ്ചയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. അപ്പം ഭയങ്കര സ്കിൻ കെയറിങ്ങും ഭയങ്കര ഒക്കെ നോക്കി നടക്കും. ചിലത് ദിവസം എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ചെയ്യല്. അപ്പം നമ്മൾ ഇതൊക്കെ ആണല്ലോ, ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകുമ്പോൾ മതി ചെയ്തത് ഇനിയിപ്പോൾ നാളെ ചെയ്യുക. ചിലപ്പോൾ ലേറ്റായി കിടക്കുമ്പം മതി ഇനിയിപ്പോൾ ചെയ്തത്, ഇത് ഇനിയിപ്പോൾ എന്തിനാണ് ചെയ്യുന്നത് വിചാരിച്ചും കണ്ട് അങ്ങനെ ഓരോ ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ചിലപ്പം ചെയ്യും, ചിലപ്പോൾ ചെയ്യില്ല. അപ്പോൾ പിന്നെ ഈദൊക്കെയല്ലേ വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു 2-3 ദിവസം, ഈദിൻ്റെ കുറച്ച് ദിവസം മുന്നാണ് ഞാനൊന്ന് സ്കിൻ കെയറൊക്കെ ഒന്ന് ഇപ്പോൾ പ്രോപ്പറാക്കിയത്. പിന്നെ ഇതിപ്പം ഞാനിപ്പോൾ വോയിസ് ഓവർ ഇതൊക്കെ കഴിഞ്ഞല്ലോ. ഇതൊക്കെ കഴിഞ്ഞ് 3-ാമത്തെ ദിവസമായല്ലോ. ഇത് കഴിഞ്ഞിട്ട് 2-ാമത്തെ ദിവസം, ഇതും കൂടി കൂട്ടിയിട്ട് 3-ാമത്തെ ദിവസം, അങ്ങനെയാണല്ലോ. അപ്പം അതൊക്കെ എത്രയും ദിവസമായിട്ട് ഇന്നലെ എൻ്റെ വീട്ടിൽ പോയി സ്കിൻ കെയറിൻ്റെ സാധനങ്ങളൊന്നും എൻ്റെ കൈമേലില്ല. അതിനെക്കൊണ്ട് അതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഫ്രഷായി വന്നങ്ങാണ്ട് പിന്നെ വോയിസ് ഓവർ ചെയ്യാൻ നിന്നു, അപ്പോഴും ചെയ്തിട്ടില്ല. ചില ദിവസം ഓർമ്മ ഉണ്ടാവും. അപ്പം നല്ല വൃത്തിയിൽ അടിപൊളിയൊക്കെ ആയിട്ട് ചെയ്യും. അപ്പം നമ്മളതൊന്നല്ലേ പറഞ്ഞു വരുന്നത്. സ്കിൻ കെയറൊക്കെ നല്ല ചെയ്യുന്നവർ നല്ലപോലെ ചെയ്യുന്നവർ ഇങ്ങനെ നല്ല ചെയ്യാം. ഞാൻ പറയണമെന്ന് നോക്കണ്ട, ചെയ്യുന്നവർ ചെയ്ത് ഇങ്ങനെ പോവാം, അതന്നെ. അപ്പം അതൊക്കെ ഒന്ന് ഏകദേശമൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം പിന്നെ ഇനിയിപ്പോൾ നമ്മളെ മെയിൻ പരിപാടി എഡിറ്റ് ചെയ്യുക, വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പം അതും കൂടി തീർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് പണികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ക്ലാസ്സിൻ്റെ മുന്നേ കുറച്ചൊരു ടൈം ഉണ്ടായതുകൊണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിഞ്ഞളിച്ച് ഷാനൊക്കെ വിളിച്ച് വെറുപ്പിച്ച് നമുക്കിങ്ങനെ ഇരിക്കാം. Bye. He is busy, so we will move to next. അപ്പം ഇനി സമയം എത്ര മണിയായി? 2:30. 3 മണിക്ക് ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് കുറച്ച് തിരുമ്പിയതൊക്കെ ചിക്കാനൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് ചിക്കാം. Then what is next one? Cocoon. A cocoon is a soft covering made by some insect like butterfly to protect themselves while they grow into adult. It is a layer. It is a layer of covering. A cocoon is a soft covering made by some insect. First we will study up to the insect. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം 1/2 hour ഒന്ന് മയങ്ങിയതിന് ശേഷം ഉമ്മ വിളിച്ചിരുന്നു. പശുമോൻക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് കൊടുക്കേണ്ട ടൈം ആയില്ലേ എന്ന് പറഞ്ഞങ്ങാണ്ട്. അങ്ങനെ ഞാനും സിസ്റ്ററിൻ്റെ മോനും കൂടി അതിനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റാക്കാം. അതിന് പല പേരും വിളിക്കാം കേട്ടോ. ഞാൻ പശുമോനെന്നാണ് പറയാറ്. മാഞ്ഞാളാണ്. അശോ കുട്ടി, പശുക്കുട്ടി.
പശുമോൻക്കുള്ള ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് വന്നപ്പോൾ അതാ ഓരോ പണികളായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നെയ്യപ്പൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നാളത്തേക്കൊക്കെ ആവശ്യമുണ്ടല്ലോ, ഇതിനൊക്കെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നെയ്യപ്പൊക്കെ ഇതാ റെഡി ആക്കുന്നുണ്ട്. നൈറ്റിലും കഴിക്കാം, എപ്പോഴും നമുക്ക് കഴിക്കാമല്ലോ. അപ്പം ഞാനിനി സമൂസയിലേക്കുള്ള ചട്ടിപ്പത്തിരിയിലേക്കുള്ളൊക്കെ നമുക്ക് മൈദമാവ് കുഴച്ച് വെക്കണമല്ലോ, അപ്പോൾ അത് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വേറെ ഓരോ പണികൾ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ നാളത്തേക്കും ഇന്നത്തേക്കുള്ള കൂടി മിക്സ് ആക്കിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ പണികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം നമുക്ക് നാളെ ബിരിയാണിയിലേക്കുള്ള വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണമല്ലോ. അപ്പം അതൊക്കെ ഇതേമാതിരി സിസ്റ്ററിൻ്റെ മോനും ഉണ്ട്. അപ്പം ഞാനും ഓനും ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ്, ഓനിത് എൻ്റെ അടുത്ത് ഇരുന്ന് നിങ്ങൾ മാഗിയൊക്കെ കഴിക്കുന്നില്ലേ. അപ്പം ഞാനും ഓനും ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കുറച്ചേരം യൂട്യൂബൊക്കെ കണ്ട് ഇങ്ങനെ ഉള്ളിൻ്റെ പണികളൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഓൾമോസ്റ്റ് ബാക്കി ഇനിയിപ്പോൾ നോമ്പ് തുറക്കാനുള്ള ഫുഡൊക്കെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ഇനി സമൂസൻ്റെ ഉണ്ടാക്കുന്ന ഉള്ളി അരി അങ്ങനത്തെ ഒക്കെ എന്തായാലും നൈറ്റിൽ ചെയ്താൽ മതി. എന്തായാലും ലേറ്റായിട്ടൊക്കെ എടുക്കുക കാര്യങ്ങളൊക്കെ. അപ്പോൾ നൈറ്റിൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്കുള്ള നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഉള്ളിയൊക്കെ അരിഞ്ഞ് ഇതിൻ്റെ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ പെട്ടെന്ന് തന്നെ നമുക്ക് പണി തീർക്കും. അർഫനുള്ളൂ. ഓർഗാനിക് ഏതാ? 50. പിന്നെ വേണ്ട ചില്ലറില്ല. മൈലാഞ്ചി ട്യൂബ് വാങ്ങാനുണ്ട്. സിസ്റ്ററിൻ്റെ വീട്ടിൽ ഒരു ആവശ്യം ഉണ്ടായിരുന്നു പോകണ്ടേ. അപ്പം ഞാനും സിസ്റ്ററിൻ്റെ മോനും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓനാണ് എനിക്ക് കമ്പനിക്കായിട്ട് ഇവിടെ ഉണ്ടാവാറുള്ളത്. ഓനും ഞാനാണ് മറ്റേ പശുമ്പനെ നോക്കുക. പിന്നെ ഇവിടെ ആരെങ്കിലുമൊക്കെ ഉള്ളവരൊക്കെ ആ ടൈമിലൊക്കെ നോക്കും. ഓരോരുത്തർ ആരാണോ ആ ടൈമിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു നോക്കും. അപ്പം ഞാനും ഓരോ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യൽ. അപ്പം ഞങ്ങളിന്ന് സിസ്റ്ററിൻ്റെ വീട്ടിലൊക്കെ പോയി സാധനമൊക്കെ കൊടുക്കാണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ പോയി വന്നു, നോമ്പൊക്കെ തുറന്നു. പിന്നെ അതിൻ്റെ ശേഷം നൈറ്റിൽ പുറത്തു പോകാം. അത് പിന്നെ സ്ഥിരമുള്ള പരിപാടിയാണ്. ഞങ്ങൾ കൂടി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഞം വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തു പോയി. അത് പ്രശ്നമൊന്നുമില്ല. അത് നമുക്ക് മറ്റേ ലൈറ്റ് മെഴുകുതിരി വാങ്ങിയാൽ ആ പിന്നെ മേശാപ്പ് കൊടുത്തു. ആ എത്ര രൂപയാ? ഒന്ന് ഏതാ എടുത്തോളൂ. ആ മതി. എത്ര രൂപയായി? 80. റൗണ്ട് ചെയ്യാൻ എന്തെയുണ്ടോ? എത്ര? എന്നാ ഒന്നുകൂടി 1000 വെച്ചു. 100 ഒത്തിരി വാങ്ങണം എന്നുള്ള പ്ലാനും കാര്യങ്ങളൊന്നുമില്ല. ചുമ്മാ അവിടെയൊക്കെ ഇങ്ങനെ നടന്ന് കളിച്ചപ്പോൾ ചോദിച്ചാൽ വാങ്ങാം. അപ്പം ഞാനും എനിക്കും ഇൻട്രസ്റ്റ് കയറി വാങ്ങി. അങ്ങനെ
ഐസ്ക്രീം വാങ്ങി കുറച്ച് പൂത്തിരി 2-3 ഐറ്റംസൊക്കെ വാങ്ങിച്ചങ്ങാണ്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. ഇനി നമുക്ക് നാളത്തേക്കുള്ള ചട്ടിപ്പത്തിരിൻ്റെ പണികളുണ്ട്, പിന്നെ സമൂസൻ്റെ പണികളുണ്ട്. അപ്പോൾ ഓൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കോഴിമുട്ട പൊട്ടിച്ചരാം. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ഓരോ വർത്താനൊക്കെ പറഞ്ഞങ്ങാണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ പണികൾ ചെയ്യുന്നുണ്ട്. ഉമ്മ വേറെ പണികൾ ഇതിൻ്റെ ബാക്കിയുള്ള കോഴിമുട്ട ഓന് പൊട്ടിച്ച് സെറ്റാക്കുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഓരോ കാര്യങ്ങളും ഉമ്മ സെറ്റാക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഇതൊക്കെ ചെയ്യുന്ന ഒരു 10-10:30 ആ ഒരു ടൈമിലാണ് കേട്ടോ. ഇങ്ങനെ ഓരോ കഥകൾ പറഞ്ഞ് അത് എങ്ങനെ ആയാലും അങ്ങനെ തന്നെയാണ്, ലേറ്റാവും. ഇങ്ങനെ ഓരോ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ ലേറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ രാവിലെ നമുക്ക് വലിയ പണികളുണ്ടാവില്ലല്ലോ. പണികളൊക്കെ ഓരോന്ന് ഒതുക്കി കഴിഞ്ഞതിൻ്റെ ശേഷം ഇനി നമുക്ക് ക്ലീനിങ്. അതാകുമ്പോൾ നാളെ രാവിലെ ഒരു 5:30-6 o'clock കിച്ചണിൽ വന്നാൽ മതി. അപ്പോൾ ഒരു ഫ്രഷ് ഫീലിങ്ങും ഉണ്ടാവും. സമൂസേൻ്റെത് തീനും കാര്യങ്ങളൊക്കെ സെറ്റാക്കി മൈദൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ചട്ടിപ്പത്തിരിൻ്റെ ഉമ്മൊക്കെ ഫുള്ള് സെറ്റാക്കി വെച്ചു. ഇനി പെട്ടെന്ന് ക്ലീൻ ചെയ്യുക. ഇനി എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും ഫുഡ് കഴിച്ചിരിക്കുന്നു, പോയി ഫ്രഷ് ആവുന്നു, കിടക്കുന്നു. അപ്പോൾ നാളത്തേക്കുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ബിരിയാണിക്കിലേക്കുള്ളതും സെറ്റായി, പിന്നെ സമൂസ രാവിലത്തെ സ്നാക്സ് ഐറ്റംസും സെറ്റായി, സമൂസ ഇതൊക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ രാവിലത്തെ ചിക്കൻ കറി എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ കറിയും സെറ്റാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പണികളും കഴിഞ്ഞു. ഈ രാവിലെ ഇതൊക്കെ ഒന്ന് മിനിക്കെടുക്കാന്നുള്ളൂ, സമൂസ ഉണ്ടാക്കാതൊക്കെ. അതെന്തായാലും സെപ്പറേറ്റ് വീഡിയോ, ഇതിൻ്റെ വേറെ തന്നെ വീഡിയോ ആണ്. ഇനി നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നല്ല തലവേദന ഉണ്ട്, പനി തിരിച്ചു പോയ പനിയൊക്കെ തിരിച്ചു വരുന്നുണ്ട് എന്ന് തോന്നുന്നു. പനി ആണ്. അപ്പം വേഗം പെട്ടെന്ന് ഫ്രഷ് ആവലൊക്കെ തീർത്തിട്ട് വേഗം കിടന്നുറങ്ങാം. മൈലാഞ്ചി ഇടാനുള്ള ത്രാണിയൊന്നുമില്ല. പിന്നെ മൈലാഞ്ചി ട്യൂബിൻ്റെ കാര്യം ഞാൻ വിട്ടു വയ്ക്കണം. അപ്പം മൈലാഞ്ചി ഇടാനുള്ള ഇതൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഫ്രഷ് ആവൊക്കെ കിടന്നുറങ്ങാം. ഇത് എഡിറ്റ് ചെയ്യണം വിചാരിക്കുന്നുണ്ട്. കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നോക്കണ മാതിരി പറ്റുന്ന മാതിരിയൊക്കെ ചെയ്യാം. മെഡിസിൻ കഴിക്കലൊക്കെ കഴിഞ്ഞു. തലവേദന മരുന്നൊക്കെ കഴിച്ച് ഇനി നന്നായിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇപ്പം തന്നെ സമയം 12:30 കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലേറ്റാക്കിയാൽ ശരിയാവില്ല. നമുക്ക് നാളെ നേരത്തെ നീറ്റ് എല്ലാ പരിപാടികളും തീർക്കണ്ടേ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടാനും തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം എല്ലാവർക്കും വീണ്ടും ഈദ് മുബാറക്.